സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറാൻ യുദ്ധം, യുഎസിന് മിസൈൽ ക്ഷാമ ഭീഷണി. ഇറാനുമായുള്ള യുദ്ധം ഒരു മാസം പിന്നിട്ട സാഹചര്യത്തിൽ ആയുധ ശേഖരത്തിലെ കുറവ് അമേരിക്കയെ ആശങ്കപ്പെടുത്തുകയാണ്. യുഎസിന്റെ അത്യാധുനിക ടോമോഹോക്ക് മിസൈലുകളുടെ ശേഖരം വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു മാസത്തിനുള്ളിൽ മാത്രം 850-ലധികം ടോമോഹോക്ക് മിസൈലുകൾ അമേരിക്ക വിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് മുൻകാല സംഘർഷങ്ങളിൽ ഉപയോഗിച്ചതിനേക്കാൾ വളരെ ഉയർന്ന കണക്കാണെന്ന് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ഇന്റർനാഷണൽ സ്റ്റഡീസ് വിലയിരുത്തുന്നു. നിലവിൽ ഏകദേശം 3000 ടോമോഹോക്ക് മിസൈലുകൾ മാത്രമാണ് യുഎസിന്റെ ശേഖരത്തിൽ ബാക്കിയുള്ളതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് യുദ്ധം ദൈർഘ്യമേറിയാൽ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കാമെന്ന് ആശങ്ക ഉയർത്തുന്നു. കോഴിക്കോട് വനിതാ ലീഗിനു പാർട്ടിയിൽ കടുത്ത അവഗണന. ദേശീയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നൂർബീന റഷീദ്. വനിതാ ലീഗിനു പാർട്ടിയിൽ കടുത്ത അവഗണന എന്നാരോപിച്ചാണ് നൂർബീന റഷീദിന്റെ രാജി. സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടില്ലെന്നും പദവി രാജിവെച്ചില്ലെങ്കിൽ പാർട്ടി വിടില്ലെന്നും നൂർബീന പറഞ്ഞു. മകന്റെ അസുഖം മാറാൻ മകളെ നരബലി. അമ്മ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ജാർഖണ്ഡിലെ ഹസാരിബാഗ് ജില്ലയിലെ കുസുംബ ഗ്രാമത്തിൽ 13 വയസ്സുകാരിയെ നരബലി നൽകിയ സംഭവത്തിൽ പെൺകുട്ടിയുടെ അമ്മയുൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ രശ്മി ദേവി, മന്ത്രവാദിനിയായ ശാന്തി ദേവി, ഭീംറാൻ എന്നിവരാണ് പിടിയിലായത്. ഇവർ മൂവരും ഒരേ ഗ്രാമവാസികളാണെന്ന് പോലീസ് അറിയിച്ചു. രശ്മി ദേവിയുടെ ഇളയ മകൻ ശാരീരികവും മാനസികവുമായ അസുഖങ്ങൾ അനുഭവിച്ചു വരികയായിരുന്നെന്നും ഇതിനെ തുടർന്ന് ചികിത്സയ്ക്കായി രശ്മി ദേവി ശാന്തി ദേവിയെ സ്ഥിരമായി സമീപിച്ചിരുന്നു. മകന്റെ അസുഖം മാറാൻ ഒരു കന്യകയെ ബലി നൽകണമെന്ന മന്ത്രവാദിനിയുടെ നിർദ്ദേശം വിശ്വസിച്ച് രശ്മി മാർച്ച് 24 ദുർഗാഷ്ടമി രാത്രിയിൽ ശാന്തി ദേവിയുടെ വീട്ടിൽ വെച്ച് ഭീംറാമിനൊപ്പം ചേർന്ന് മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സഞ്ജു സാംസണെതിരെ കൃത്യമായ പ്ലാൻ. വിക്കറ്റ് ചൂതാട്ടം പോലെയെന്ന് റിയാൻ പരാഗ്. ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ജേഴ്സിയിൽ അരങ്ങേറ്റം കുറിച്ച മലയാളി താരം സഞ്ജു സാംസൺ ബാറ്റിംഗിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഓപ്പണറായി ഇറങ്ങിയ താരം 7 പന്തിൽ 6 റൺസ് മാത്രമെടുത്ത് പുറത്താവുകയായിരുന്നു. രാജസ്ഥാൻ റോയൽസ് പേസർ നാന്ദ്രെ ബർഗറിയുടെ പന്തിലാണ് സഞ്ജു ബോൾഡായത്. രാജസ്ഥാൻ വിട്ട് ചെന്നൈയിലേക്ക് ചേർന്ന മുൻ ക്യാപ്റ്റനെ പുറത്താക്കുന്നതിനായി ടീം കൃത്യമായ തന്ത്രം തയ്യാറാക്കിയിരുന്നുവെന്ന് റിയാൻ പരാഗ് വ്യക്തമാക്കി. ഫുൾ ടൈം ക്യാപ്റ്റനായി ചുമതലയെടുത്ത ശേഷം തന്റെ ആദ്യ മത്സരമായിരുന്നു ഇത് എന്നും പരാഗ് പറഞ്ഞു. സഞ്ജു ആദ്യത്തെ കുറച്ച് പന്തുകൾ നേരിട്ട രീതി ടീമിന്റെ പ്ലാൻ നടപ്പാക്കാൻ സഹായകമായിരുന്നുവെന്നും ബൗണ്ടറി നേടാൻ അവസരം നൽകിയത് പോലും ആ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ടി.കെ. ഗോവിന്ദനെതിരെ വർഗീയ പ്രചാരണം. UDF പരാതി നൽകി. കണ്ണൂരിലെ തളിപ്പറമ്പിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ടി.കെ. ഗോവിന്ദനെതിരെ വർഗീയ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് UDF തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വിവാദ പ്രചരണം നടക്കുന്നതെന്ന് ആരോപിക്കുന്നു. ടി.കെ. ഗോവിന്ദൻ വെള്ളത്തോപ്പിയും പച്ചഷാളും ധരിച്ചു നിൽക്കുന്ന ചിത്രം പ്രചരിപ്പിച്ച് അദ്ദേഹത്തെയും പാർട്ടിയെയും ലക്ഷ്യമാക്കി വർഗീയ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയ കുറിപ്പുകളും പങ്കുവച്ചതായി പറയുന്നു. ഏതൊക്കെ വേഷം കിട്ടിയാലും വർഗവഞ്ചകനും പാർട്ടിയും തമ്മിലുള്ള മത്സരമാണ് തളിപ്പറമ്പിൽ നടക്കുക എന്ന തരത്തിലുള്ള സന്ദേശമാണ് പോസ്റ്റിനൊപ്പം ചേർത്തിരിക്കുന്നത്. സനേഷ് പൂവേരി എന്ന പ്രൊഫൈലിലൂടെയാണ് ചിത്രവും കുറിപ്പും പ്രചരിപ്പിച്ചതെന്നും UDF ആരോപിച്ചു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഔദ്യോഗികമായി പരാതി നൽകിയതായി UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ടി ജനാർദ്ദനൻ അറിയിച്ചു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.